നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നീതിമാനുമായിരിക്കും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിനായി കർത്താവേ, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവരുടെ ദേഹവിയോഗത്താൽ ഒരു ഭാരപ്പെടുന്നു കർത്താവേ. ആശുപത്രിയിലും ഭവനങ്ങളിലായി ഒത്തിരി പേര് കർത്താവേ തൻ്റെ ജീവിതത്തിൽ കർത്താവേ തൻ്റെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ച് കർത്താവേ ആത്മഹത്യയിലൂടെ കർത്താവേ സ്തോത്രം മറ്റിടങ്ങളിലൂടെ കർത്താവേ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരെയും കർത്താവേ സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനി ജീവനോട് ശേഷിക്കുന്നവരാരും കർത്താവ് ആത്മഹത്യ പ്രവണതയിലേക്ക് കർത്താവെ തള്ളിവിടുവാൻ തക്കവണ്ണം നീ ഇടയാക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ മേലും നിന്റെ കൃപ അവിടെ ധാരാളമായി അവിടെ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുറവുകൾ കുറ്റങ്ങളെല്ലാം എൻ്റെ കർത്താവ് അവരോട് ക്ഷമിക്കുമാറാകണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന വേദനകൾ നൊമ്പരങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളെല്ലാം എൻ്റെ കർത്താവേ നീ അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നിന്റെ വചനത്താൽ നിറയ്ക്കുമാറാകണമേ. ഇടർച്ചകളും തടസ്സങ്ങളെല്ലാം എൻ്റെ ദൈവം നീ അവിടെ നിന്ന് മാറ്റി അനുഗ്രഹത്താൽ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാരങ്ങളും കർത്താവെ മുറുകപ്പെട്ടുന്ന കർത്താവെ എല്ലാ ഭാരങ്ങളും ദൈവമേ അവിടെ വിട്ടുമാറുവാൻ നീ അവിടെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.